ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്ത ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനാണ് ഉത്തരവ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി. അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഏറെ വിവാദമായ ഒന്നായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പേരുകൾ കൂടി ശിക്ഷാ ഇളവിനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതിൽ രാഷ്ട്രീയമായ ഏറെ വിമർശനങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോഴിതാ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ പശ്ചാത്തലം? അതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിന് കാരണം ഇന്ന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഒരു സബ്മിഷൻ സഭയിൽ വരേണ്ടതായിരുന്നു. ആ സബ്മിഷൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ച് സംസാരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇത് അടിയന്തര പ്രമേയ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായി പ്രതിപക്ഷം കൊണ്ടുവന്നപ്പോൾ സ്പീക്കർ തന്നെ ഇടപെട്ട് അത്തരം നീക്കം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്ന അത്യസാധാരണമായ ഒരു പരാമർശം നടത്തുകയും അന്ന് ഈ നോട്ടീസ് ഉപക്ഷേപം അവതരിപ്പിക്കാനുള്ള അനുമതി നൽകാതിരിക്കുകയും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനും സഭാ ബഹിഷ്കരണത്തിനും സഭാ സ്തംഭനത്തിനും അത് ഇടയാക്കിയിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് ആദ്യ സബ്മിഷനായാണ് ഈ വിഷയം നോട്ടീസ് നൽകിയിരുന്നത്. അത് പരിഗണിക്കുന്ന തൊട്ട് മുമ്പാണ് ഇത്തരമൊരു വാർത്താക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാർ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് നൽകിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയെന്നാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഈ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായി വിഷയം സഭയിൽ വന്നെങ്കിൽ ആ നോട്ടീസ് അവതരിപ്പിക്കേണ്ടത് കെ രമ ആയിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വിധവയായിരുന്നു. പക്ഷേ അതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയുമായിരുന്നു. അന്ന് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ സ്പീക്കർ പോലും ഇടപെട്ട് അതിനുള്ള അവസരം ഒഴിവാക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ഇന്നും മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ സബ്മിഷന് മറുപടി പറയേണ്ടിയിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ എത്തിയിട്ടില്ല. അദ്ദേഹം അല്പസമയത്തിന് ഡൽഹിയിലേക്ക് തിരിക്കും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഏറ്റവും കൗതുകകരമായ കാര്യവും അങ്ങനെ ഒരു സബ്മിഷന് മറുപടി സഭയിൽ പറയേണ്ടതിന് തൊട്ടു മുമ്പ് ഇത്രയും ദിവസം വിവാദമായി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ വാർത്ത ശനിയാഴ്ച തന്നെയാണ് വാർത്ത പുറത്തു വരുന്നത്. അതിനുശേഷം ഇതുവരെയും ഇത്രയും ദിവസം തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോയ സർക്കാർ ഈ സബ്മിഷൻ തൊട്ടു മുമ്പ് ഇത്തരമൊരു അതായത് അരുൺ, ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് ഈ സബ്മിഷൻ സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വിഷയം സഭയിലേക്ക് വരുമ്പോൾ അതിന് മറുപടി എന്ന നിലയിൽ ഈ വിഷയത്തിൽ സർക്കാരിന് ഒളിക്കാനൊന്നുമില്ല. സർക്കാർ ഇതാ നടപടി ആരംഭിച്ചിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥരെ അടക്കം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തലയൂരുക എന്നതുകൂടിയാണോ ഇതിന്റെ ഉദ്ദേശം? 100% അങ്ങനെ തന്നെയാണ്. കാരണം ടി.പി. ചന്ദ്രശേഖരൻ നമുക്കറിയാം ഇത്രയധികം രാഷ്ട്രീയ ചർച്ചകൾക്കിടവച്ച ഒരു കൊലപാതകം അടുത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അത്തരമൊരു കൊലപാതക കേസിലെ പ്രതികൾക്കാണ് അവർക്ക് CPM ബന്ധമുള്ളവരെന്ന് പലതവണ തെളിയിച്ചവരാണ്. ഒരുപക്ഷെ അവർ ജയിലിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പരോളിൽ മറ്റ് ഇളവുകളുമായി പുറത്തു നിന്നവരാണ്. ഹൈക്കോടതി 20 വർഷത്തേക്ക് ഒരു ശിക്ഷാ ഇളവും നൽകരുതെന്ന് ശക്തമായ നിർദ്ദേശം നൽകിയ പ്രതികളാണ്. അത്തരം 3 പേരെയാണ് ഈ ശിക്ഷാ ഇളവിന് അന്ന് നിർദ്ദേശം അവരുടെ പട്ടികയിലേക്ക് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഒരു ജയിൽ സൂപ്രണ്ട് ഏതെങ്കിലും ഒരു ജയിൽ സൂപ്രണ്ട് മാത്രം ഇടപെടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശമുണ്ടെന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. അതാണ് ഇപ്പോൾ സർക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നിർദ്ദേശവും ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ കാര്യത്തിൽ സബ്മിഷൻ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ്. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പ്രിസൺ ആക്ട് സർക്കാർ ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തത്. 2022 സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ശിക്ഷാ ഇളവ് നൽകണമെന്ന ഭാഗം ഒഴിവാക്കി. ഇതിന്റെ ഗൂഢാലോചന അതായത് ഈ പ്രതികളെ ടി.പി. കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള ഗൂഢാലോചന 2022 തുടങ്ങിയതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. പ്രതികൾ പലപ്പോഴും ജയിലിന് പുറത്താണ്. ശിക്ഷ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ഈ പ്രതികൾ പലരും ജയിലിന് പുറത്തായിരുന്നു. ഈ കേസിലെ പ്രതികളിൽ വലിയൊരു വിഭാഗം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഇടപെട്ടവർ സ്വന്തക്കാലത്ത് ഉൾപ്പെട്ട ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഉൾപ്പെട്ട കേസിലെ പ്രതികളാണിത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതികൾക്ക് വലിയ രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇപ്പോൾ സർക്കാർ നടത്തുന്ന നീക്കവും പ്രതിപക്ഷ സ്വാഭാവികമായി വിമർശിക്കാനിടയുണ്ട്. കാരണം സഭയിൽ ഈ വിഷയം സബ്മിഷൻ കൊടുക്കുന്നതിന് സബ്മിഷൻ അവതരിപ്പിക്കുന്ന തൊട്ട് മുമ്പ് അത് വാർത്താക്കുറിപ്പിലൂടെ നടപടി പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ചെയ്തത്. മാത്രമല്ല മുഖ്യമന്ത്രിയാണ് ഇന്നും മറുപടി പറയേണ്ടത്. അദ്ദേഹം സഭയിൽ ഹാജരില്ല. അദ്ദേഹം
ഡൽഹിയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് ആകും മറുപടി പറയുന്നത്. അതാണ് ഇനിയുള്ള സംശയം. എന്തുകൊണ്ട് ഇത് രാഷ്ട്രീയമായൊരു നീക്കമാണ് എന്നും രാഷ്ട്രീയക്കാർ തന്നെയാണ് എന്നും CPIM തന്നെയാണ് ഇത്തരത്തിൽ ഈ ശിക്ഷാ ഇളവിന് പിന്നിലെന്നുമുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ഇടയിൽ ആണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുവാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ സഭയിൽ പറഞ്ഞത്. പ്രസിഡന്റ് ആക്ട് സർക്കാർ ഉത്തരവിലൂടെ റദ്ദാക്കിയെന്ന് കുറ്റപ്പെടുത്തുന്നു. 2022 സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ശിക്ഷാ ഇളവ് നൽകണമെന്ന ഭാഗം ഒഴിവാക്കി എന്ന ആക്ഷേപമുണ്ട്. ഇതിന്റെ ഗൂഢാലോചന ആരംഭിച്ചത് 2022 മുതൽ ആണ് എന്ന് VD സതീശൻ ഇപ്പോൾ സഭയിൽ പറയുകയാണ്. നിയമസഭ പാസാക്കിയ നിയമം സർക്കാർ ഉത്തരവിലൂടെ ബൈപ്പാസ് ചെയ്യപ്പെട്ടു എന്നത് അടക്കമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം KK രമ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ പ്രതികൾക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നു, ജയിലിൽ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അടക്കം പ്രതികരിക്കാൻ സാധിക്കുന്നു, മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചത് എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നു. ആവശ്യത്തിൽ കൂടുതൽ പരോൾ ഇവർക്ക് ലഭിക്കുന്നു, പലപ്പോഴും ഈ പ്രതികൾ പുറത്തു തന്നെയാണുള്ളത് എന്ന് പറയുന്നു. ഹൈക്കോടതി അടക്കം 20 വർഷത്തേക്ക് ഒരു തരത്തിലും ശിക്ഷാ ഇളവ് നൽകരുത് എന്ന് ഉത്തരവിറക്കിയ പ്രതികളുടെ പേരായിരുന്നു ഈ ശിക്ഷാ ഇളവ് നൽകേണ്ടവരുടെ പട്ടികയിലേക്ക് എത്തിയത്. അതിൽ അരുൺ, ഇങ്ങനെയൊരു പേരുകൾ കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും എഴുതി ചേർക്കപ്പെട്ട ഒന്നല്ല എന്ന് നേരത്തെ തന്നെ നിരീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. അതിന് വിചിത്രമായ മറുപടികളായിരുന്നു CPIMന്റെ നേതാക്കളൊക്കെ നൽകിയത്. ഈ പ്രതികളുടെ നല്ല നടപ്പ് പരിഗണിച്ചുകൊണ്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടിന് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ ചോദ്യങ്ങളായിരുന്നു അന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടുക എന്നൊരു നീക്കം ആണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ CPIMന്റെ ഭാഗത്ത് നിന്നും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് വേണമോ സംശയിക്കാൻ? അങ്ങനെ തന്നെ കരുതണം. ഇപ്പോൾ സഭയിൽ പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷം സംസാരിക്കുമ്പോഴും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ വാക്പോരുണ്ടാകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും ഭരണകക്ഷി നേതാക്കളുമായും വാക്പോരുണ്ട്. ഒരു അഭ്യൂഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചോദ്യം ഉന്നയിച്ചത്, സബ്മിഷൻ ഉന്നയിച്ചത് ഒരു വാദമാണ് ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ഉയരുന്നത്. അതിന് പൂർണ്ണമായും പ്രതിപക്ഷ ചോദ്യം ചെയ്യാൻ നാണമുണ്ടോ നിങ്ങൾക്ക്? അഭ്യൂഹം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എങ്ങനെയാണ് TP കേസ് പ്രതികൾ ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് നൽകേണ്ടത് പട്ടികയിൽ ഉൾപ്പെട്ടത്? ആരും അറിയാതെ, രാഷ്ട്രീയ നേതൃത്വം അറിയാതെ എങ്ങനെ അവർ ഉൾപ്പെട്ടെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഇപ്പോഴും സഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇരുപക്ഷങ്ങളിലും വാക്കേറ്റം ശക്തമായി തന്നെ തുടരുന്നു. നിയമസഭ പാസാക്കിയ നിയമം 2022 ഇത്തരത്തിൽ ആ ഉത്തരവിൽ, പ്രസിഡന്റ് ആക്ടിന്റെ ഉത്തരവിൽ സർക്കാർ ഭേദഗതി വരുത്തുന്നത്. അങ്ങനെ ഭേദഗതി വരുത്താൻ എന്ത് അധികാരമാണ് ഈ സർക്കാരിനുള്ളത്? എങ്ങനെയാണ് നിയമസഭ പാസാക്കിയ ഒരു നിയമം ഒരു സർക്കാർ ഉത്തരവിലൂടെ മറികടക്കുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രി ഈ KK രമയുടെ മൊഴി പോലീസ് എടുത്തു. 3ാമത്തെ പോലീസ് സ്റ്റേഷനാണ്. അതായത് ഇത്തരം കേസിലെ പ്രതികളെ വിട്ടയക്കുന്നതിന് മുമ്പ് അവരുടെ ഇരകളുടെ കുടുംബാംഗങ്ങളുടെ അടക്കം മൊഴി എടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ KK രമയുടെ മൊഴി പോലീസ് എടുത്തു. ഇങ്ങനെ വിട്ടയക്കാൻ അല്ലെങ്കിൽ എന്തിന് ഇത്തരം മൊഴി എടുക്കുന്നു, എന്താണ് ഇതിന് പിന്നിൽ ലക്ഷ്യമെന്നാണ് പ്രതിപക്ഷ പ്രധാനമായും ചോദിക്കുന്നത്. വൈകുന്നേരവും പ്രതികൾക്ക് ഇളവ് നൽകാൻ സർക്കാർ ശ്രമം നടത്തി. ഈ ഇളവ് നൽകാൻ ഒരു ശ്രമവും നടത്തിയില്ല എന്ന് അന്ന് നിയമമന്ത്രി അടക്കം വാദിച്ചതാണ്. പക്ഷേ അങ്ങനെയല്ല സത്യം. ഇവർക്ക് ഇളവ് നൽകാൻ കൃത്യമായ ഇളവ് നൽകാനുള്ള ശ്രമം സർക്കാർ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയാണ്. ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് ഈ സബ്മിഷന് മറുപടി പറയുകയാണ്. അഭിലാഷ്, അതാണ് ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പേരുകൂടി ഉൾപ്പെടുത്തിയ ജയിൽ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് K ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. നിയമസഭയിൽ ഇപ്പോൾ ഈ വിഷയം പ്രതിപക്ഷം സബ്മിഷനായി ഉന്നയിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ രാത്രിയും KK രമയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 3ാമത്തെ പോലീസ് സ്റ്റേഷനാണ് ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നത്. ഇന്നലെ വൈകുന്നേരവും പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇന്നലെ വൈകുന്നേരവും ഈ TP പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം നടക്കുമ്പോൾ ഒരു തരത്തിലും TP വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ അനുവദിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുന്നു. നേരത്തെ തന്നെ ഈ വിഷയം മാധ്യമങ്ങളിലൂടെ ഈ പട്ടിക പുറത്തു വന്നതോടുകൂടി CPIM സർക്കാരുമൊക്കെ പ്രതിരോധത്തിലായ സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ പാർട്ടി പ്രതിരോധം തീർക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉണ്ടായത്.
അപ്പോൾ പിന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി എന്നതായിരുന്നു അടുത്ത ചോദ്യം. ഇപ്പോൾ